ഒരു മനുഷ്യൻ ഒരു നുണ പറയുമ്പോൾ സത്യം പറയുന്നതിനേക്കാൾ കൂടുതൽ തലച്ചോർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആധുനിക ബ്രെയിൻ സ്കാൻ പഠനങ്ങൾ പറയുന്നത്. ഒരാൾ മനഃപൂർവ്വം നുണ പറയുമ്പോൾ തലച്ചോറിലെ പ്രധാന 4 ഭാഗങ്ങളിലെ ഫ്രണ്ടൽ ലോബിലെ ഏറ്റവും മുൻഭാഗത്തുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലെ നമ്മുടെ നെറ്റിയുടെ പുറകിലായിക്കൊണ്ട്, അതായത് തലച്ചോറിന്റെ ഏറ്റവും മുൻഭാഗത്ത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നുണ പറയുമ്പോൾ കൂടുതൽ ന്യൂറൽ ആക്ടിവിറ്റി ബ്രെയിൻ സ്കാൻ പഠനങ്ങളിൽ കാണുന്നു എന്നാണ്. കാരണം സത്യം പറയാൻ എളുപ്പമാണ്. നുണ പറയുമ്പോൾ തലച്ചോറിന് ധാരാളം ഘട്ടങ്ങൾ കടക്കേണ്ടി വരും. സത്യം മറച്ചു വെക്കണം, പുതിയൊരു കഥ ഉണ്ടാക്കണം, പിന്നെ പുതിയ കഥ സത്യത്തോട് യോജിക്കണം, പിന്നെ മുഖത്തിലെ എക്സ്പ്രഷൻ സത്യത്തോട് യോജിപ്പിക്കണം. ഈ ഭാഗം വേറെയും ഒരുപാട് പ്രവർത്തന നിയന്ത്രണങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാവി പദ്ധതികൾ, സാമൂഹിക പെരുമാറ്റം, തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അസൂയ, അഹങ്കാരം പോലുള്ള ചിന്തകൾ തുടങ്ങിയ പല സങ്കീർണ മാനസിക പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ അത്ഭുതവും കൗതുകരവുമായ ഒരു കാര്യം അറിയിക്കാം, പക്ഷേ നിങ്ങൾ അവസാനം വരെ കേൾക്കണം. നമ്മുടെ നെറ്റിയുടെ മുകളിൽ മുടി തുടങ്ങുന്ന ആ ഭാഗത്തിന് നേരെ പുറകിലായിക്കൊണ്ടാണ്. മലയാളത്തിൽ നമ്മൾ നെറ്റി, നെറ്റിത്തടം എന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ മലയാളത്തിൽ നെറ്റിയുടെ മുകളിലെ ഈ ഭാഗത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ മുൻകുടുമ എന്നൊരു പേര് കണ്ടു. അറബിയിൽ നെറ്റിക്ക് ജബ്ഹ എന്നാണ് പറയുക. നെറ്റിക്ക് മുകളിലൂടെ ഈ മുൻകുടുമയുടെ ഭാഗത്തിന് അറബിയിൽ നാസിയ എന്നാണ് പറയുക. അറബി ഭാഷയിൽ ഒരാളെ അപമാനിക്കുകയോ പൂർണ്ണമായി കീഴ്പ്പെടുത്തുകയോ ചെയ്താൽ ലനസ്ഫ അം ബിൻ നാസിയ, അവന്റെ മുടി പിടിച്ചു വലിക്കും എന്നൊരു പ്രയോഗമുണ്ട്. അതൊരു പ്രയോഗം മാത്രമാണ്. ഇനി നമുക്ക് 1400 വർഷങ്ങൾക്ക് പുറകിലോട്ട് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കകാലത്ത് മക്കയിൽ ഒരു പിന്തുണയും ഇല്ലാത്ത സമയത്ത് കഅബക്ക് സമീപം സുജൂദിലായിരിക്കുന്ന പ്രവാചകനെ ഇസ്ലാമിന്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത ഖുറൈശികളുടെ നേതാക്കളിൽ ഒരാളായ അബൂജഹൽ പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിരുന്നു. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു അബൂജഹലിന് ശക്തമായ താക്കീത് ഇറക്കുന്നത്. നിസ്സംശയം അവൻ പിന്മാറിയിട്ടില്ലെങ്കിൽ നാം അവന്റെ ആ മുൻകുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. ഇത് ശക്തമായ ഒരു മുന്നറിയിപ്പാണെന്ന് ഖുർആൻ തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നു. അടുത്ത ആയത്താണ് അത്ഭുതം. അടുത്ത വചനത്തിൽ ആ നാസിയത്തിന്റെ മുൻകുടുമയുടെ പ്രത്യേകത എന്താണെന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന മുൻകുടുമ. ശാസ്ത്രപരമായ ഒരു മനുഷ്യൻ നുണ പറയുമ്പോഴും തെറ്റായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും സജീവമാകുന്ന ഈ ഭാഗം ഖുർആൻ നെറ്റിയുടെ മുകൾ ഭാഗം മുൻകുടുമയുമായി ബന്ധിപ്പിച്ച് പറഞ്ഞത് ആഴമുള്ള ഒരു വാചക പ്രയോഗമല്ല. ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, പക്ഷേ എല്ലാത്തിനെയും സൃഷ്ടിച്ച, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനായ അള്ളാഹുവിന്റെ വാക്കാണ് ഖുർആൻ എന്നതുകൊണ്ട് അതിൽ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ കാണാം. Cran has described the relationship between the frontal lobes of the brain and the ethical behavior of human beings. The forehead is, in this statement, we believe refers to the frontal lobes of the brain. And I was asked, how could the forehead have anything to do with sinning and with lying and so on? And I suggested that it was related to this higher function.